നമുക്കൊരു ഗീ റൈസ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ആദ്യം വേണ്ടത് കുറച്ച് സവോള ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് സവോള ചേർത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി വേറൊരു പാനിനകത്തേക്ക് ഓയിലും പിന്നെ നമ്മുടെ നെയ്യുണ്ടല്ലോ അത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ബേ ലീഫ്, സിനമൺ സ്റ്റിക്ക്, 2-3 ഗ്രാമ്പു, പിന്നെ ഏലക്ക ഇത്രയും ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് സവോളയും കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ച ബാസ്മതി റൈസാണ് ചേർത്തിരിക്കുന്നത്. അത് ഡ്രെയിൻ ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് കൈമ റൈസും ചേർക്കാം. ഇപ്പോൾ 2 കപ്പ് റൈസിന് 4 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പോടെ ചേർക്കാം. ഉപ്പ് കുറച്ച് മുമ്പിൽ നിൽക്കണം, എന്നാലേ ഇത് വെന്ത് വരുമ്പോൾ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. തിളച്ച് കഴിയുമ്പോൾ നമ്മളിത് സിമ്മിൽ വെച്ചാൽ മതി. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോഴത്തേനും ഇത് വെന്തിരിക്കും. വേറെ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർക്കുക. എന്നിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഗീ റൈസിനകത്തേക്ക് ആ നെയ്യോട് കൂടി തന്നെ അങ്ങ് ചേർക്കുക. കൂടെ കുറച്ച് ഫ്രൈഡ് ഒനിയൻസും കൂടെ ഇട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ആ ഫ്രൈഡ് ഒനിയനും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇതുപോലെ ഒരു ബോളിൽ എടുത്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്താൽ കാണാനൊരു ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ്. നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. കൂടെ നമ്മൾ സെർവ് ചെയ്യുന്നത് കുറച്ച് സാലഡും പിന്നെ പപ്പടമാണ്. കുറച്ച് ഫ്രൈഡ് ഒനിയൻ നമ്മൾ ഇത് വിളമ്പി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി രസമുണ്ട്. എന്തായാലും നല്ല ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇത് നമ്മുടെ ക്രിസ്മസിനൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ഇത്രയും ഉണ്ടാക്കിയാൽ മതിയല്ലോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.